ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് റമദാൻ 5 ദിവസത്തെ അത്താഴം വ്ലോഗാണ് കേട്ടോ. എനിക്ക് ഇന്ന് മുതൽ നോമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അൽഹംദുലില്ലാഹ് ഫോർ ബീയിങ് ബാക്ക്. ഞാൻ 3 മണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു തഹജ്ജുദ് നിസ്കരിക്കാനായിട്ട്. അങ്ങനെ ബാത്റൂമിൽ ചെന്നു, ഞാൻ ഫ്രഷായി ഒതുവൊക്കെ ചെയ്തു. ഇഫ് യു ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് തഹജ്ജുദ്, റമദാൻ ഈസ് ദ ബെസ്റ്റ് ടൈം. ട്രസ്റ്റ് മീ ഗൈസ്, നിങ്ങൾ ആ തഹജ്ജുദ് നിസ്കരിക്കാത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടും നല്ലൊരു സമയമാണ് റമദാൻ സമയം. ഈ സമയം നിങ്ങൾ തഹജ്ജുദ് സ്റ്റാർട്ട് ചെയ്താൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് മിറാക്കിൾ സംഭവിക്കും. കാരണം അത്ര അനുഭവം ഉള്ളതുകൊണ്ടാണ് പറയുന്നത്. എല്ലാവർക്കും അതിനുള്ളത് ഉണ്ടാവട്ടെ ഞാൻ ദുആ ചെയ്യുന്നു ഇൻഷാ അല്ലാഹ്. അങ്ങനെ ഞാൻ തഹജ്ജുദൊക്കെ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ മുമ്പ് മദ്രസയിൽ പഠിക്കുന്ന സമയത്ത് ഒരു ഖുർആൻ എനിക്കുണ്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതെടുത്ത് ഞാൻ കുറച്ച് നേരം ഇരുന്ന് ഓതി. എനിക്ക് കോൾഡ് ആയതുകൊണ്ട് തന്നെ ഞാൻ നിസ്കരിച്ച് മോദിയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് നേരം കിടന്നിട്ട് എണീറ്റപ്പോൾ 4:30 കഴിഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു, പഠിച്ചോനെ എൻ്റെ അത്താഴം പോയി. ഞാൻ ചാടി എണീറ്റ് ഇൻഡോമി എടുത്തുണ്ടാക്കി. അതുപോലെ എയർ ഫ്രൈയിൽ ഞാൻ നഗേറ്റ്സും ഫ്രൈസും വെച്ചു. സുഹൂർ ടൈമിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല. എൻ്റെ കുട്ടികൾ ഇതൊന്നും കണ്ടു പഠിക്കരുത്. പെട്ടെന്ന് ടൈമില്ലാത്തതുകൊണ്ടാട്ടോ ഇത്താത്ത ഇതെടുത്ത് ഉണ്ടാക്കിയത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ബാങ്കൊന്നും വിളിച്ചിട്ടില്ല. 4:50 ആയിട്ടുള്ളൂ. എൻ്റെ ഉമ്മച്ചി ആ സമയത്ത് പെട്ടെന്ന് എണീറ്റ് വന്നിട്ട് ഫ്രിഡ്ജിൽ നിന്ന് ഇന്നലെ രാത്രി ഉണ്ടാക്കിയ പുയാപ്പിളക്കറിയും ഇടിയപ്പമായിട്ട് ചൂടാക്കി എൻ്റെ അതിന് പെട്ടെന്ന് ഷടപടിയെന്ന് കൊടുത്തു. ഇതൊന്നും ഞാൻ അറിയുന്നില്ല ഫ്രിഡ്ജിലുള്ള കാര്യം, കാരണം ഞാൻ ഫ്രീസർ മാത്രമാണ് നോക്കിയത്. അങ്ങനെ എനിക്ക് D3 കുറവാണ്. അതുകൊണ്ടാട്ടോ ഞാൻ ഇവിടെ D3യുടെ ടാബ്ലറ്റാണ് എടുത്ത് കഴിക്കുന്നത്. അപ്പോൾ സുബഹിയുടെ ബാങ്ക് ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ വിളിക്കാറ എന്നുള്ള ഇതിലായി. അനിയത്തിമാരൊക്കെ ഈ സുബഹിക്ക് മുമ്പ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് വെള്ളം കുടിക്കുന്ന തന്ത്രപ്പാടിലാണ്. അപ്പോൾ നിങ്ങളുടെ അത്താഴം വിശേഷം എന്നോട് ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ബൈ.